നമ്മൾ ഇന്നുള്ളത് പഴയ ബീജാപ്പൂർ ആയ വിജയപുരയിൽ നിർമ്മാണം പൂർത്തിയാകാത്ത ബാരാ ഖമാൻ എന്ന നിർമ്മിതിയിലാണ്. ഡെക്കാൻ സുൽത്താൻമാരുടെ വാസ്തു നിർമ്മാണ വൈഭവത്തിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ബാരാ ഖമാൻ. പൂർത്തിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ശവകുടീരം ആകുമായിരുന്നു ഇത്. ഇന്ന് ഗോൾ കുംബസ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഡോം ഉള്ള കെട്ടിടമാണ്. ഇത് പൂർത്തിയായിരുന്നെങ്കിൽ ഇതായിരുന്നു ഒന്നാം സ്ഥാനത്ത്. ഗോൾ കുംബസ് നിർമ്മിച്ച ആദിൽ ഷാ രണ്ടാമൻ്റെ പുത്രനായ അലി ആദിൽ ഷായാണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. ഗോൾ കുംബസിനേക്കാൾ വലിയൊരു സ്മാരകം എന്നതായിരുന്നു ലക്ഷ്യം. ഭീമാകാരമായ ഈ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഇതിൻ്റെ നിഴൽ അങ്ങ് അകലെയുള്ള ഗോൾ കുംബസിൽ പതിക്കും എന്നായിരുന്നു അവകാശവാദം. ഗോൾ കുംബസ് 8 കമാനങ്ങളിലായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഇതിന് 12 കമാനങ്ങളാണുള്ളത്. എന്നാൽ ഇത് പൂർത്തിയാകും മുമ്പേ അലി ആദിൽ ഷാ കൊല്ലപ്പെടുകയായിരുന്നു. ബാരാ ഖമാനയുടെ നിർമ്മാണം പൂർത്തിയായാൽ തൻ്റെ സ്മാരകമായ ഗോൾ കുംബസിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടും എന്ന ഭയത്താൽ സുൽത്താൻ ആദിൽ ഷാ തൻ്റെ പുത്രനെ വധിക്കുകയായിരുന്നു എന്നൊരു കഥയുണ്ട്. അതല്ല, സുൽത്താൻ്റെ ലോയലിസ്റ്റുകളായ കുറേ മന്ത്രിമാർ ചേർന്ന് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം തടയാൻ വേണ്ടി അലി ആദിൽ ഷായെ കൊലപ്പെടുത്തി എന്നും പറഞ്ഞു കേൾക്കുന്നു. നിങ്ങൾ ബീജാപ്പൂർ സന്ദർശിക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റെപ്പുകൾ കയറാൻ തയ്യാറായി വേണം ഇവിടെ എത്താൻ. എല്ലാ നിർമ്മിതികളിലും മുകളിലേക്ക് കയറാൻ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഈ മുൻപിൽ കാണുന്നതാണ് അലി ആദിൽ ഷായുടെ ഖബറിടം. ഒരുപാട് ചവക്കല്ലറകളും ഇതിന് ചുറ്റുമായിട്ട് കാണാം. അതെല്ലാം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെയാണ്. നമ്മുടെ പെരുന്തച്ഛൻ്റെ കഥ പോലെ തന്നെ ചരിത്രവും കഥയും ഭാവനയും ഒക്കെ ഇടകലർന്ന ഈ കഥകളിൽ നിന്ന് എന്താണ് സത്യം എന്ന് ചികഞ്ഞെടുക്കുക പ്രയാസം തന്നെ. നമ്മൾ ഇപ്പോൾ ഉള്ളത് ബീജാപ്പൂരിലെ തന്നെ മറ്റൊരു ചരിത്ര സ്മാരകമായ ബുർജ് ഇ ഷേർ എന്ന സ്ഥലത്താണ്. ബുർജ് ഇ ഷേർ എന്ന വാക്കിൻ്റെ അർത്ഥം ടവർ ഓഫ് ലയൺ എന്നാണ്. അത് സിംഹത്തിൻ്റെ ടവർ. നമ്മളിന്ന് ഈ സ്റ്റെപ്പൊക്കെ കയറി ഇവിടെ വന്നത് ഒരു അപൂർവ സംഭവം കാണാനാണ്. മധ്യകാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു അപൂർവമായ സംഭവം ബാക്കിയായത്. മാലിക് ഇ മൈദാൻ എന്ന ഈ വലിയ പീരങ്കി മധ്യകാലഘട്ടത്തിൽ ഉപയോഗിച്ചതിൽ അവശേഷിക്കുന്ന ഏറ്റവും വലിയ പീരങ്കിയാണ്. 4.45 മീറ്റർ നീളമുള്ള ഇത് ബെൽ മെറ്റലിലാണ് കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. തളിക്കോട്ട യുദ്ധത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചത് ഈ പീരങ്കിയാണ് യുദ്ധവിജയത്തിന്.
ഈ പീരങ്കിയുടെ മുൻവശം ഒരു സിംഹം വായ് തുറന്നു ഇരിക്കുന്ന രൂപത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പീരങ്കിയിലെ കൊത്തുപണികളെ കുറിച്ചാണ് കേട്ടോ പറഞ്ഞത്. ഈ ബീജാപ്പൂർ സുൽത്താനേറ്റിൻ്റെ ഒരുപാട് അനുപമമായ നിർമ്മിതികൾ ഇപ്പോഴും ഉള്ള ഒരു സ്ഥലമാണ് ബീജാപ്പൂർ, അതായത് ഇന്നത്തെ വിജയപുര. നിങ്ങൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ബീജാപ്പൂർ, പ്രത്യേകിച്ച് നിങ്ങൾ ഇതുപോലുള്ള ചരിത്ര നിർമ്മിതികളോടൊക്കെ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ. ബീജാപ്പൂർ സുൽത്താൻമാരുടെ ദീർഘവീക്ഷണത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് താജ് ബവാഡി. ഇപ്പോൾ പുനർനിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ. 1620 ഇബ്രാഹിം ആദിൽ ഷാ തൻ്റെ ഭാര്യയായ താജ് സുൽത്താനയുടെ പേരിൽ നിർമ്മിച്ച ഇത് ഒരു വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്റ്റേഷനാണ്. ബീജാപ്പൂരിന് ആവശ്യമായ മുഴുവൻ വെള്ളവും ഇവിടെ സംഭരിക്കപ്പെട്ടിരുന്നു. ഏസയുടെ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഒരുപാട് നീരുറവകളുണ്ട് ഈ കുളത്തിൽ. ഇതോടെ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരെല്ലാം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.